വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കമ്പോസ്റ്റ് വളത്തെക്കുറിച്ചുള്ള വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എളുപ്പത്തിൽ കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണാം. കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ചകിരിച്ചോറാണ്. ചകിരിച്ചോറ് ഏകദേശം ഒരു കിലോ ചകിരിച്ചോറാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അതിനുശേഷം അതേ അളവിൽ തന്നെ ചാണകപ്പൊടിയും എടുത്തതിന് ശേഷം, കുറച്ച് കൂടിയത് കൊണ്ടൊന്നും കുഴപ്പമില്ല, ഏകദേശം രണ്ടും ഒരേ അളവിലാവുന്നതാണ് നല്ലത്. ഇതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യം ഒരു പഴയ ബക്കറ്റാണ്. പുതിയത് വേണമെന്നില്ല, പഴയ ഒരു ബക്കറ്റായാലും മതി. അതിന് ചുറ്റിലും ഇതുപോലെ ഹോൾസ് ചെയ്ത് കൊടുക്കുക. അടിഭാഗത്തും ഇതുപോലെ ഹോൾസ് ചെയ്ത് കൊടുക്കുക. ഇത് ഞങ്ങൾ മുന്നേ കമ്പോസ്റ്റ് ഉണ്ടാക്കിയ ബക്കറ്റാണ്. ഈ ബക്കറ്റിലേക്ക് നമ്മൾ മുന്നേ മിക്സ് ചെയ്ത് വെച്ച ചകിരി കമ്പോസ്റ്റും ചാണകപ്പൊടിയുടെയും മിശ്രിതം ഒരു 3 ഇഞ്ച് കനത്തിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് വേവിക്കാത്ത ഫുഡ് വേസ്റ്റാണ്. അതായത് മുട്ടത്തോട്, പഴത്തൊലി, വെജിറ്റബിൾ വേസ്റ്റ്, ഫ്രൂട്ട്സ് വേസ്റ്റ്, ഇവയെല്ലാം ഇതുപോലുള്ള ഒരു ബക്കറ്റിൽ ഇട്ട് വയ്ക്കുക. ഞങ്ങളിത് ഇട്ട് വെച്ചത് 2 ദിവസത്തെ വേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് ആ ചകിരിച്ചോറിൻ്റെയും ചാണകപ്പൊടിൻ്റെയും മിശ്രിതത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി ഒതുക്കി ഇട്ടതിന് ശേഷം വേസ്റ്റുകളെല്ലാം മൂടത്തക്ക രീതിയിൽ നമുക്ക് ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാ വേസ്റ്റും മൂടുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇതിന് മുകളിൽ ഫുഡ് വേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ ചാണകപ്പൊടിയും ചകിരിച്ചോറും ചേർന്ന മിശ്രിതം ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ബക്കറ്റ് നിറയുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മൂടി കൊണ്ട് ഇതുപോലെ മൂടി വയ്ക്കാം. ഞങ്ങളിവിടെ ഇതുപോലൊരു ബക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് മൂടി വെച്ചത്. 35 ദിവസത്തിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നല്ലൊരു കമ്പോസ്റ്റ് നമുക്ക് കിട്ടും. ഞങ്ങൾ ഇതുപോലെ ചെയ്ത കമ്പോസ്റ്റാണിത്. യാതൊരുവിധ മണവും പുഴുക്കളും ഒന്നുമില്ലാത്ത നല്ല അടിപൊളി കമ്പോസ്റ്റാണിത്. ഇത് നമ്മുടെ പച്ചക്കറി തൈകൾക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഗ്രോത്ത് ആവാനും നന്നായിട്ട് കായകൾ ഉണ്ടാവാനും സഹായിക്കുന്ന ഒരു അടിപൊളി കമ്പോസ്റ്റാണിത്. വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് വീടുകളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഈ കമ്പോസ്റ്റ് ഗ്രോ ബാഗിൽ നട്ട പച്ചക്കറി തൈകൾക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് വഴുതിനയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചെറിയൊരു വഴുതിന തൈയാണ്. ഇതിൽ നിറയെ കായ്കൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഗ്രോ ബാഗിൽ നട്ട ക്യാബേജിനും കോളിഫ്ലവറിനും എല്ലാം ഈ ഒരു കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിലെ വേസ്റ്റ് വളരെ എളുപ്പത്തിൽ ഉപകാരപ്രദമായ ഒരു കമ്പോസ്റ്റാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു കമ്പോസ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.